നെക്സ്റ്റ് ജയദേവികയുടെ ഒരു ആർട്ടിക്കിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ജയദേവിക എന്ന് പറയുന്നൊരു ഇന്ത്യൻ ഹിസ്റ്റോറിയനാണ്, ഫെമിനിസ്റ്റ് സ്കോളറാണ്, ആൻഡ് ഓൾസോ റൈറ്റർ ബേസ്ഡ് ഇൻ കേരള. സോഷ്യൽ കമൻറ്റേറ്ററും കൂടിയാണ് അവർ. CDSൽ പ്രൊഫസറാണ്, അതുപോലെ ട്രിവാൻഡ്രത്തിലുള്ള. ആൻഡ് അവരുടെ വർക്ക്സ് എന്ന് പറയുന്നത് ജെൻഡർ, സെക്ഷുവാലിറ്റി, പൊളിറ്റിക്സ് ഇൻ കേരള, അതിൻ്റെ ഹിസ്റ്ററി. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മലയാളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മലയാളം ലിറ്ററി വർക്ക്സ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ടു ഇംഗ്ലീഷ്. ഇപ്പോൾ അവരുടെ കീ ഏരിയാസ് എന്ന് പറയുന്നത് ജെൻഡറും സോഷ്യൽ റിഫോമും, മോഡേണിറ്റി ആൻഡ് കേരള സൊസൈറ്റിയും, പിന്നെ നമ്മുടെ ട്രാൻസ്ലേഷൻസും, പിന്നെന്താ പറയുക, ഈ കണ്ടംപററി ഇഷ്യൂസുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്നതൊക്കെയാണ് അവരുടെ കീ ഏരിയാസ് എന്ന് പറയുന്നത്. അതായത് റോൾ ഓഫ് വിമൻ ഇൻ കേരള സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്, അവരുടെ സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് മോഡേണിറ്റി, എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകളുടെ ലൈഫിനെ ഷേപ്പ് ചെയ്തത്, പിന്നെന്താണ്, അതുപോലെ തന്നെ ഒരുപാട് വർക്ക്സ് അവർ ഇംഗ്ലീഷിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആണെങ്കിലും സാറ ജോസഫിൻ്റെ ആണെന്നുണ്ടെങ്കിലും. ആൻഡ് ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ഇൻ്റലക്ച്വൽ ആണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്ന കണ്ടംപററി ഇഷ്യൂസിനെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചും ഒക്കെ എഴുതുന്നൊരു റൈറ്ററാണ് കേട്ടോ. ആൻഡ് അവരുടെ ട്രാൻസ്ലേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാറ ജോസഫിൻ്റെ ഗിഫ്റ്റ് ഇൻ ഗ്രീൻ, അതുപോലെ തന്നെ അന്തർജനം, മെമ്മോയിസ് ഓഫ് ആൻ ഓട്ടോബയോഗ്രഫി ബൈ ലളിതാംബിക അന്തർജനം, അതും അവർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടിയും പേട്രിയാർക്കിക്കൽ സ്ട്രക്ചേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടും ഒക്കെയാണ് അവർ എഴുതുന്നത്. അവരൊരു നല്ലൊരു ഗ്രേറ്റ് ആയിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ആണ്. അതായത് സ്ത്രീകളുടെ റൈറ്റ്സ്, സ്ട്രോങ് അഡ്വക്കേറ്റ് ഇൻ ദ സെൻസ് ജോലിയുടെ കാര്യമല്ല, നല്ല സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടിയും ഇതുപോലത്തുള്ള കണ്ടംപററി ഇഷ്യൂസിനൊക്കെ എതിരേക്ക് വാദിക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ ഇവർ. ക്യൂർ റൈറ്റ്സിന് വേണ്ടിയും ജെൻഡർ ആൻഡ് കാസ്റ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ ഇവർ കമൻറ്റ് ചെയ്യാറുണ്ട്. സോ നമുക്കിനി അവരുടെ വർക്ക്, നമുക്ക് പഠിക്കാനുള്ള ആർട്ടിക്കിളിനെ കുറിച്ച് നോക്കാം. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ കേരള ഡ്യൂറിങ് 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറി, അതാണ് ഇവർ നോക്കുന്നത്. ജെൻഡർ, എഡ്യൂക്കേഷൻ, ഡൊമസ്റ്റിസിറ്റി, അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള പബ്ലിക് സ്പേസ്, അതിൽ സ്ത്രീകളുടെ റോൾ എന്താണ്, ഫ്രം ഡൊമസ്റ്റിക് ടു പബ്ലിക് സ്പേസിലോട്ട് എത്തിയപ്പോൾ അവരുടെ റോൾ എങ്ങനെ മാറി, അതുപോലെ തന്നെ ജെൻഡറും എഡ്യൂക്കേഷനും ഡൊമസ്റ്റിസിറ്റിയൊക്കെ എങ്ങനെ മാറി ഈ ഒരു കാലഘട്ടത്തിൽ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ പബ്ലിക് സ്പിയർ ഇൻ കേരള എന്ന് പറയുന്നത് എന്താണ്, മോഡേൺ ഐഡിയാസ്, അതായത് കേരളത്തിലെ പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് സ്പേസ് എന്ന് പറയുന്നത്, ആ സ്പേസിൽ മോഡേൺ ഐഡിയാസിനെ എല്ലാം ഡിബേറ്റ് ചെയ്തും റിജക്റ്റ് ചെയ്തും ഒക്കെയായിരുന്നു നിന്നിരുന്നത്. പക്ഷേ ഇത് എവിടെ വെച്ചാണ് ഇതൊക്കെ നടന്നിരുന്നത്, റീഡിംഗ് ക്ലബ്ബുകളിലും ഡിബേറ്റിംഗ് സൊസൈറ്റീസിലും, അതായത് ഈ വായനശാലകൾ, ഡിബേറ്റിംഗ് സൊസൈറ്റീസും പുതിയ ന്യൂ ലിറ്ററി ഫോംസ് ആയിട്ടുള്ള നോവൽസിലും പ്ലേസിലും ഒക്കെ ഈ എന്താ പറയുക മോഡേണിറ്റിയുടെ കടന്നുകയറ്റത്തിനെക്കുറിച്ച് കേരളത്തിലുള്ള അതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ഒക്കെ ഇങ്ങനെ ഹാപ്പൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആളുകൾ അത് അക്സെപ്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, റിജക്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈറ്റ്സ് എന്ന് പറയുന്നതായിരുന്നു പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്ന സൈറ്റുകൾ. ഇപ്പോൾ ചായക്കട, അവിടെ നിന്ന് രാഷ്ട്രീയം, ഇങ്ങനെയുള്ള സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ റീഡിംഗ് ക്ലബ്സ്, കോഫി ക്ലബ്സ്, ഇവിടെയൊക്കെ വെച്ചായിരുന്നു ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പബ്ലിക് പ്ലേസസിൽ വെച്ചിട്ട് പബ്ലിക് ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതുവഴി നമുക്ക് സൊസൈറ്റിയിൽ ചേഞ്ചസിനെ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെ നമ്മൾ ഇവരിലൂടെയായിരുന്നു അറിഞ്ഞിരുന്നത്. അതിപ്പം വീട്ടിലുള്ള കാര്യങ്ങൾ, അതായത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും സോഷ്യൽ നോംസ് ആണെന്നുണ്ടെങ്കിലും സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ഈ പബ്ലിക് സ്പേസസിൽ വെച്ചായിരുന്നു അറിഞ്ഞിരുന്നത്. ഓക്കെ. പിന്നെ ഇനി വിമൻസ് പാർട്ടിസിപ്പേഷൻ ഈ പബ്ലിക് സ്പിയറിൽ എങ്ങനെയായിരുന്നു അതെന്ന് വെച്ചാൽ, സ്ത്രീകളുടെ മാഗസിൻ, വിമൻസ് മാഗസിൻസിൻ്റെ എമർജൻസോട് കൂടിയാണ് നമ്മൾ അത് മനസ്സിലാക്കിയെടുത്തത്. അതായത് കേരളീയ സുഗുണബോധിനി, അതുപോലെ തന്നെ ഈ സ്ത്രീ സമാജം പോലെയുള്ള അസോസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അസോസിയേഷൻസും ഈ വിമൻസ് മാഗസിൻസ് വഴിയാണ് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ പബ്ലിക് സ്പിയറിൽ ഹൈലൈറ്റഡ് ആവാൻ തുടങ്ങിയത്. ഈ പ്ലാറ്റ്ഫോംസിലൂടെ സ്ത്രീകൾക്കൊരു സ്പേസ് ഉണ്ടെന്നും അവരും ഡിസ്കസ് ചെയ്യുന്നു, അവരുടെ റോൾസും സൊസൈറ്റിയിലുള്ള അവരെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് എന്താണെന്നും പിന്നെ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി. സ്ത്രീകളെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എങ്ങനെ എൻകറേജ് ചെയ്യുന്നത്, പബ്ലിക് സ്പേസിലോട്ടൊക്കെ എത്തുന്ന കാര്യം അത് മാത്രമല്ല, ഈ പബ്ലിക് സ്പേസിലോട്ട് ഇവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവർക്ക് നല്ലൊരു സ്ത്രീ എന്നുള്ളൊരു ഗുഡ് ഇമേജ് വെച്ചിട്ട് വേണം ഇവരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. അതായത് മോഡേൺ ആയെന്ന് അറിഞ്ഞാലും, അല്ലെങ്കിൽ ഇവർക്കൊരു മോഡേൺ പ്ലാറ്റ്ഫോം, മോഡേണിറ്റിയിൽ ഇവർക്കൊരു സ്പേസ് കിട്ടിയെന്ന് അറിഞ്ഞാലും, ഇവർക്ക് വുമൺലി വിർച്യൂസിനെ ഇവരെപ്പോഴും അപ്ഹോൾഡ് ചെയ്യണമായിരുന്നു. അതായത് കമ്പാഷൻ, പേഷ്യൻസ്, മെറ്റേണൽ അഫെക്ഷൻ, ഇതെല്ലാം വെച്ചുകൊണ്ടേ സ്ത്രീകൾക്ക് പിന്നെയും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു, പബ്ലിക് സ്പേസിൽ നിൽക്കാൻ പറ്റത്തുള്ളായിരുന്നു.
അപ്പോൾ നെക്സ്റ്റ്, അപ്പോൾ അതാണ് വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ്സേ പറയുന്നത് ഈ ഡൊമസ്റ്റിസിറ്റിയെ ട്രാൻസ്ഫോം ചെയ്ത്, അതായത് സ്ത്രീകൾ ഡൊമസ്റ്റിക് സ്പേസിൽ നിന്ന് പബ്ലിക് സ്പേസിലോട്ട് മാറിയപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അപ്പോൾ സ്ത്രീകളെ ഹോമിലുള്ള വീടുകളിലെ സെൻട്രൽ ഫിഗറായിട്ടാണ് സ്ത്രീകളെ കാണുന്നത് അല്ലേ. പക്ഷേ മോഡേണൈസ്ഡ് റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ട് പോലും സ്ത്രീകൾക്ക് എന്താണ്, വീട്ടിലെ കാര്യവും നടത്തണം, എന്നാലും ജോലിയുള്ള സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കണം. എന്നാലേ നമ്മൾ അവരെ വുമൺലി ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ, ഒരു ഗുഡ് വുമൺ ആയിട്ട് കൺസിഡർ ചെയ്യൂ. ഇങ്ങനെയായിരുന്നു നമ്മൾ മോഡേണിറ്റി ഉണ്ടെങ്കിലും ഇങ്ങനെയായിരുന്നു സ്ത്രീകളെ നമ്മൾ റിസീവ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും എന്താണ്, ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് വേണം എഡ്യൂക്കേഷനും പ്രൊമോട്ട് ചെയ്യാനും ഇവരും അത് ഫോളോ ചെയ്യാനും. അല്ലാതെ എന്താ പറയുക, ഈക്വാളിറ്റി വേണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലായിരുന്നു അവർക്ക് വേണ്ടുന്നതെന്ന്. അതായത് ഇങ്ങനെയുള്ള മെറ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, നേർച്ചറിങ്, കെയർ ടേക്കിംഗ്, ഇങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. ജോലി കിട്ടിയാലും എഡ്യൂക്കേഷൻ കൊടുത്താലും ഇങ്ങനെയുള്ള ക്വാളിറ്റീസ് ഇൻസ്റ്റിൽ ചെയ്യാനാണ് ഇത് എയിം ചെയ്തിരുന്നത്. പിന്നെ കൊളോണിയൽ ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ, അതായത് കൊളോണിയൽ ക്രിട്ടീക്സ് ഓഫ് മെറ്റീരിയൽ സിസ്റ്റംസ് ആൻഡ് അത് നോക്കിക്കോളൂ. അതായത് ഇപ്പം നമുക്ക് കൊളോണിയലിസത്തിന് ശേഷം നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഇഫക്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം അവർ ഈ മാട്രിലീനിയൽ സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് പ്രാക്ടീസസ്, മാട്രിലീനിയൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മരുമക്കത്തായ, അതായത് ഫോർ എക്സാമ്പിൾ ലൈക്ക് സ്ത്രീകളായിരിക്കും ഹെഡ് എന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടല്ലോ. അപ്പോൾ ആ സിസ്റ്റത്തിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഇൻ്റലക്ച്വൽസ് ഒക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ സൊസൈറ്റിയിൽ പ്രോഗ്രസ് ഒക്കെ പതുക്കെ എന്താണ്, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ വുമൺ എന്നുള്ള കോൺട്രാസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങി. അതായത് സ്ത്രീകൾക്ക് എന്താണ്, സ്വാതന്ത്ര്യം വേണം, പക്ഷേ അവർക്ക് എന്ത് വേണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മോഡേണൈസേഷൻ എന്താണ്, ഒരു സെലക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നതെന്നാണ് ദേവിക പറയുന്നത്. മോഡേണൈസേഷൻ സെലക്റ്റീവ് പ്രോസസ് എന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ മാത്രം പ്രോഗ്രസ്, ചില കാര്യങ്ങളിൽ പഴയ കാര്യങ്ങൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ അത് സെലക്റ്റീവ് ആയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മോഡേണൈസേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ട്രഡീഷണൽ പ്രാക്ടീസസിനെ വീണ്ടും നമ്മൾ പറയുന്നുണ്ടെങ്കിലും എന്നാലും അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പഴയ കാര്യങ്ങൾ പിന്നെയും കയറി വരുന്നുണ്ട്. അപ്പോൾ ഓൾഡ് ആൻഡ് ന്യൂവിൻ്റെ ഒരു മിക്സ് അല്ലെങ്കിൽ ബ്ലെൻഡ് ആയിരുന്നു മോഡേൺ ഡൊമസ്റ്റിക് ഓർഡർ കണ്ടിരുന്നത്. അതായത് പ്രോഗ്രസീവ് ആണ്, പക്ഷേ എന്നാൽ നമ്മുടെ കൾച്ചറും നമ്മുടെ ട്രഡീഷനൊന്നും നമ്മൾ വിട്ടുപിടിക്കത്തുമില്ല. ഇനി ദിസ് എസ്സേ കൺക്ലൂഡ്സ് ദാറ്റ് അതായത് ഇനി കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഡ് 20th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്താണ്, എന്താ പറയുക, ഒരു ബാലൻസ്, അതായത് ഈ സ്ത്രീകളും പുരുഷന്മാരും നമ്മളൊരു ബാലൻസ് വന്നെങ്കിലും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും ഡിബേറ്റ്സും ഡിസ്കഷൻസും ഒക്കെ വന്നെങ്കിലും അതെന്താണ്, അതും എന്താണ്, പഴയ കുറേ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതായത് സ്ത്രീകൾ പബ്ലിക് ലൈഫിലോട്ട് വന്നാൽ പോലും അവരുടെ ആ വുമൺലി ക്വാളിറ്റീസ് അവർക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. നഷ്ടപ്പെടാൻ അവരെ സമ്മതിച്ചിരുന്നില്ല. അവർക്ക് ആ ബൗണ്ടറീസ് അവരപ്പോഴും എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണമായിരുന്നു എന്ന് പറയുവാണ്. പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഒന്ന് സമ്മറി പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും കേരളത്തിലെ ഏത് മോഡേൺ ആയിട്ടുള്ള ഒരു സ്പേസ് എടുത്താലും, നമ്മൾ അല്ലെങ്കിൽ ഒരു കാര്യം എടുത്താലും, ജെൻഡേർഡ്, അതായത് സ്ത്രീകളെന്ന് പറയുന്ന അവർക്ക് അവരുടെ വുമൺലി ക്വാളിറ്റീസ് വിട്ടിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൊറാലിറ്റി ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും ജെൻറ്റിൽനെസ് ആണെങ്കിലും. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ അവർ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചിങ്ങോ നഴ്സിംഗ് പ്രൊഫഷനോ ആയിക്കോട്ടെ, കാരണം അവർക്ക് ആ ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ആ ഒരു നർച്ചറിങ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, കെയർ ടേക്കിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് അവർക്കുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തോട്ടെ. സിവിക് റോൾസുകൾ, അതായത് ഇപ്പോൾ ഗവൺമെൻറ് ജോലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുന്ന് ചെയ്യുന്ന ജോലികളൊക്കെ എടുത്തോട്ടെ, ഓഫീസ് ജോലികളൊക്കെ എടുത്തോട്ടെ. അത് അവരുടെ നാച്ചുറൽ എബിലിറ്റിയെ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഈ ആളുകൾ പറയുന്ന വാദം. പക്ഷേ എന്നാൽ പോലും എന്താണ്, മാരീഡ് വിമൺ എങ്ങനെയാണ്, അവർ എന്താണ് കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷേ എന്ത് ചെയ്യണം, അവർ വീട്ടിൽ വന്ന് ജോലി ചെയ്യണം. അതുപോലെ തന്നെ ഈ ഗാന്ധിയൻ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ആ സമയത്തുണ്ടായിരുന്ന കുറേ കോൺസെപ്റ്റുകളുണ്ട്. ആ മൂവ്മെൻറ്റൊക്കെ അല്ലെങ്കിൽ ഗാന്ധിയൻ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള, അതായത് സ്ത്രീകൾ മോറലി കറേജ് വേണം, അവർക്ക് മോറൽ കറേജ് ഉണ്ടായിരിക്കണം, ഒരുപാട് എൻഡ്യൂറൻസ്, സഹനശക്തി വേണം. ഇതൊക്കെയായിരുന്നു സ്ത്രീകൾക്ക് ട്രഡീഷണലായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പൊളിറ്റിക്സിലോ സോഷ്യൽ ആക്ടിവിസത്തിനോ അവർ പൊയ്ക്കോട്ടെ, പക്ഷേ അവരെന്ത് ചെയ്യണം, ആ പഴയ സഹനശക്തിയും മോറലി അവർ കറക്റ്റും ആയിരിക്കണം, അല്ലാതെ അവർ മോഡേൺ ആയിട്ടുള്ള രീതിയിലൊന്നും ചെയ്യരുത്. ഇതായിരുന്നു, അതായത് സ്ത്രീകൾ ഏത് മേഖലയിലോട്ട് പൊയ്ക്കോട്ടെ, പക്ഷേ വുമൺലി വിർച്യൂസ് അവർ വിട്ട് കളിക്കരുത്. ഇപ്പോൾ സ്ത്രീകളുടെ റോളെന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് മതി സ്ത്രീകളുടെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ. പിന്നെ
അതുപോലെ തന്നെ പബ്ലിക് ഡൊമൈൻസിലോട്ടൊക്കെ സ്ത്രീകൾക്ക് ഇറങ്ങാനൊക്കെ പറ്റി. പക്ഷേ വീണ്ടും എന്താണ്, ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും എന്താണ്, ഇതിങ്ങനെ ഇൻജെക്റ്റഡ് ആയിക്കൊണ്ടേയിരുന്നു. അതായത് ചില ഏരിയാസ് സ്ത്രീകൾക്ക് പറ്റത്തില്ല, ചില ഏരിയാസ് മാത്രം മതി സ്ത്രീകൾക്ക്. അപ്പോൾ ലളിതാംബിക അന്തർജനം, സരസ്വതി അമ്മ, സരസ്വതി അമ്മ പോലുള്ള തിങ്കേഴ്സ് ആണെങ്കിലും റൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർ പുതിയ ഫ്രെയിം വർക്കൊക്കെ ചെയ്യാൻ നോക്കിയെങ്കിലും എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസും ഒക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു. അതായത് നല്ല രീതിയിൽ ട്രൂ ആയിട്ട് ഒരിക്കലും സ്ത്രീകളെ ലിബറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്കും മനസ്സിലായി. അതായത് അവരെന്തൊക്കെ ശ്രമിച്ചിട്ടും എന്താണ്, പഴയ പോലെ തന്നെ ആ ട്രഡീഷണൽ റൂളിലോട്ട് തന്നെയാണ് പിന്നെയും കറങ്ങി പോകുന്നത്. മിഡിൽ ക്ലാസ് വിമൻ്റെ മാഗസീൻസ്, അതുപോലെ തന്നെ എന്താണ്, കൺസ്യൂമറിസ്റ്റ് വേവ് അല്ലെങ്കിൽ കൺസ്യൂമറിസം ഒക്കെ കൂടുതൽ ലേറ്റ് 20th സെഞ്ച്വറി അപ്പം കൂടുതലായി. അപ്പോൾ എന്താണ്, ഒരു നാരോ അല്ലെങ്കിൽ വേറൊരു രീതിയിലൊരു മോഡേൺ വുമൺഹുഡിനെ വരുത്താൻ തുടങ്ങി. അതൊരു ഇമേജ് ക്രിയേറ്റഡ് ആവാൻ തുടങ്ങി. അത് റിയൽ എംപവർമെൻ്റ് അല്ല, വേറൊരു കുറച്ച് നാരോ മൈൻഡഡ് ആയിട്ടുള്ള. അപ്പം എന്താണ്, എന്താണ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എഴുത്തുകാരികൾ എഴുതി തുടങ്ങിയാൽ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ? അത് മോഡേൺ സ്ത്രീയെക്കുറിച്ച്, അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ എഴുതിക്കോ, പക്ഷേ എന്താണ്, വീണ്ടും എന്താണ്, പഴയ പോലെ ട്രഡീഷണൽ സിസ്റ്റം ഫോളോ ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിലോട്ടാണ് നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് പോകുന്നത്. പിന്നെ മാൻലി ആൻഡ് വുമൺലി പവർ, അതായത് സ്ത്രീകളെന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് അഗ്രഷനൊന്നും പാടില്ല, ആംബീഷനൊന്നും പാടില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ പിന്നെ പുറത്താക്കും അല്ലെങ്കിൽ ഓസ്ട്രസൈസ് ചെയ്യും. അവർക്ക് വുമൺലിനെസ് ഇല്ലെന്നേ പറയത്തുള്ളൂ. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ കരയാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം അവർ എന്താണ്, ഇങ്ങനെയുള്ള ജോലികളെ ചെയ്യാവൂ. അപ്പോൾ അതാണ് മാൻലി എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പവർ ക്രിയേഷനും കൂടി വരാൻ തുടങ്ങി. 1940s 50s ആയപ്പോൾ എന്താണ്, ഫാമിലിയും ജെൻഡർ റോൾസും ഒക്കെ റീഡിഫൈൻ ആവാൻ തുടങ്ങി. പിന്നെ അതായത് ഫാമിലി പക്ഷേ എന്താണ്, റീഡിഫൈൻഡ് ആവാൻ തുടങ്ങിയെങ്കിലും ഫാമിലി എന്ന് പറയുന്ന ഒരു ജെൻഡേർഡ് സ്പേസ് ആവാൻ തുടങ്ങി. ജെൻഡേർഡ് സ്പേസ് തന്നെയായിരുന്നു. അച്ഛനായിരിക്കും ഹെഡ്, അമ്മ എന്ത് ചെയ്യും, ഇതായിട്ട് കിച്ചൺ ഡ്യൂട്ടീസ് ചെയ്യുന്നു. അപ്പോൾ ലിറ്ററേച്ചറിലാണെന്നുണ്ടെങ്കിലും എന്താണ്, ഒരു ക്രിട്ടിക്കൽ സ്പേസ് ഉണ്ട് ഈ ജെൻഡർ ഇതിനെയൊക്കെ ചലഞ്ച് ചെയ്യാനുള്ള. മാധവക്കുട്ടിയാണെന്നുണ്ടെങ്കിലും ഈ പെണ്ണെഴുത്ത് മൂവ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. അതായത് പേട്രിയാർക്കൽ ലാംഗ്വേജിനെയൊക്കെ ചോദ്യം ചെയ്യാനും ഈ ജെൻഡർ കൺസ്ട്രക്ഷൻസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വന്നു. ഓക്കെ, എന്നാലും എന്താണെന്ന് പറഞ്ഞേക്കുന്നത്, റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും എന്താണ്, ഇതിനെല്ലാം സൈഡ് ലൈൻ ചെയ്യുന്ന സൊസൈറ്റി സൈഡ് ലൈൻ ചെയ്യുന്ന രീതിയിലാണ് പിന്നെ എന്ത് ചെയ്തത്, ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയത്. അപ്പോൾ സ്ത്രീകളെ ജെൻറ്റിലായിട്ട് അല്ലെങ്കിൽ വുമൺഹുഡിനെ ജെൻറ്റിലായിട്ട് കാണുന്നു. മോഡേൺ വുമൺ ആണെന്നുണ്ടെങ്കിലും എന്താണ്, ജെൻറ്റിലായിരിക്കണം. പിന്നെ പബ്ലിക് ലൈഫിലോട്ട് പൊയ്ക്കോ, പക്ഷേ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും മറ്റേതിനെ ചലഞ്ച് ചെയ്യരുത്. അപ്പോൾ ലിബറേറ്റിങ്ങും ആയിരുന്നു, എന്നാൽ എന്താണ്, റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് മോഡേണിറ്റി ആ ഒരു മോഡേൺ സ്പേസിൽ. എഡ്യൂക്കേഷനിലോട്ട് ജോലിക്കുമൊക്കെ പൊക്കോട്ടെ, പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള ജെൻഡർ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം വർക്കിംഗ് ക്ലാസ് വുമൺ ആണെങ്കിലും ലേബറേഴ്സ് ആണെന്നുണ്ടെങ്കിലും എന്താണ്, പിന്നെ മോറലായിട്ടുള്ള രീതിയിൽ അവരെന്ത് ചെയ്യണം, കറക്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നാച്ചുറലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് എങ്ങനെയാണോ പണ്ടും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മോഡേണിറ്റി എന്ന് പറഞ്ഞൊരു കവറിനകത്തായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ ഒരു ഫേക്ക് കവറിലായിരുന്നു എല്ലാ കാര്യങ്ങളും പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്നത്. ലിബറേഷനും ഉണ്ടായിരുന്നു, എന്നാൽ റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു വുമൺഹുഡിന്. ഓക്കെ.